പെണ്ണിന്റെ പിന്നാലെ ഓടാതെ നിങ്ങളുടെ ജീവിതം ബിൽഡ് ചെയ്യൂ. സ്വയം വാല്യൂ ഉണ്ടാക്കുന്ന ഒരാളെ ലോകം നിന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ നീഡിയാകരുത്, കോൺഫിഡൻ്റ് ആകണം. സോ ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇപ്പം ഇൻട്രോയിൽ പറഞ്ഞ വരികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ഈ ക്രഷ് ഉണ്ടാവും. കറൻ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സ് ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് എക്സിനോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത് റിവെഞ്ച് മൈൻഡ് സെറ്റ് ആയിരിക്കും. റിവെഞ്ച് മൈൻഡ് ആയിരിക്കും. കറണ്ട് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടോക്സിക് ആവാം, അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടെ പെരുമാറാം. ക്രഷിനോട് നമ്മൾ അത്രയും നല്ല രീതിയിൽ കെഞ്ചുന്നുണ്ടാവാം, അതുപോലെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നമ്മളെ സ്നേഹിക്കാനായിട്ട്. നമ്മളൊന്ന് ചിന്തിക്കുക, എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്? നമ്മൾക്ക് ആരെങ്കിലും ടെൻത്താണോ? അല്ല. അതായത് അവര് നമ്മുടെ താല്പര്യം കാണിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഒരാളെ കൊണ്ട് നമ്മളെ ചേസ് ചെയ്യുകയല്ലാതെ നമ്മൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. അതായത് നിന്നൊരാൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവളെ ആത്മാർത്ഥമായി ഇഷ്ടമുണ്ടെങ്കിൽ നീ അവരെ കൊണ്ട് പറയിപ്പിക്കണം നിന്നെ ഇഷ്ടമാണെന്ന്. അത് ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തം ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, വളർച്ച എന്നിവയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ശരിയായ ആളായിട്ട് ശരിയായ ദിശയിലേക്ക് അവരെത്തും, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നാലെ എടുക്കുമ്പോൾ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് പോവും, നമ്മുടെ സെൽഫ് വാല്യൂ പോവും, നമ്മളുടെ ആ സ്വയം വില നമ്മൾ നഷ്ടപ്പെടുത്താണ് ഒരു പെണ്ണിൻ്റെ മുമ്പിൽ. എന്ത് കാര്യമുണ്ട് അങ്ങനെ? നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മൾ പിന്നാലെ ശല്യം ചെയ്യരുത്, ടോർച്ചർ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ ചേസ് ചെയ്യുന്നതല്ല ജീവിതം, അട്രാക്ട് ചെയ്യുന്നതാണ് ജീവിതം. അവരെ കൊണ്ട് നമ്മൾ അട്രാക്ട് ചെയ്യിക്കുന്ന രീതിയിലേക്ക് അവരെ നമ്മൾ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവർ തല്ലി നന്നാക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ അങ്ങനെ മാറ്റം കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മാറ്റം കണ്ടുകൊണ്ട് അവർ ഞെട്ടണം. എന്നാൽ മാത്രമാണ് അവർ നമ്മൾ അട്രാക്റ്റ് ആവുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോൾ നന്നായി പഠിക്കുന്ന പെൺകുട്ടിയായിരിക്കും. ആ പെൺകുട്ടിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിച്ച് ജോലി ചെയ്യണം എന്നതാണ്. നമ്മൾ അവരെ പിന്നെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ലക്ഷ്യമില്ലാതെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും അട്രാക്റ്റ് ആവില്ല. പകരം നമ്മളും അവരെ പോലെ വലിയ ടോപ്പർ ആയില്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ നാളെ നമ്മൾ അട്രാക്റ്റ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടി വർക്ക് ചെയ്യുക, സ്വന്തം സ്വപ്നങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഏത് പെണ്ണും നമ്മൾ മുമ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഈ പണം എന്ന് പറയുന്ന സംഭവം മാത്രമല്ല അവിടെ, സ്റ്റാറ്റസ്, പവർ, അതുപോലെ തന്നെ ഡ്രീം, അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായും വിചാരിക്കുന്നു. നമ്മൾ ആരെക്കൊണ്ടും ശല്യമാണെന്ന് പറയിപ്പിക്കാതിരിക്കുക. കാരണം ജീവിതം എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സങ്കടങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരുടെയും ശല്യമാവാതിരിക്കാം എന്നുള്ള വാക്കോടുകൂടി ഞാൻ നിർത്താണ്. താങ്ക് യു.